അവസാനം ശബരിമല കോൺഗ്രസ് കൊണ്ടുപോകുമോ? വിശ്വാസ സംരക്ഷണ കാലഘട്ടത്തിലും ഇതേ ചോദ്യം ഉയർന്നിരുന്നു. ശബരിമലയുടെ വിധി വരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്നുള്ള വിധിയാണ്. അപ്പോൾ അന്ന് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ലേഖിക, ഒരു മാധ്യമപ്രവർത്തക, RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ സ്വയംസേവകൻ്റെ സഹസംഘചാലക്, സർവ്വസംഘചാലകാണ് മോഹൻ ഭഗവത്, സഹസംഘചാലക് ഇത് രണ്ടാമൻ, ഫയ്യ ജോഷിയോട് ചോദിക്കുന്നു, ശബരിമലയിൽ ഇങ്ങനെ അയ്യപ്പ മന്ത്രിൽ ഒരു വെർഡിക്റ്റ് വന്നു, ഒരു ഹിസ്റ്റോറിക്കൽ വെർഡിക്റ്റാണ്, അവിടെ സ്ത്രീകൾക്ക് കയറാമോ? അപ്പോൾ അദ്ദേഹം ഈ ശബരിമല എന്താണെന്നോ നൈഷ്ഠിക ബ്രഹ്മചാരിയോ കേരളത്തിൻ്റെ കാര്യമോ മണികണ്ഠനോ ഒന്നും അറിയാമെന്നുള്ള ആളായിരിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം നല്ല വിധിയല്ലേ. സെക്കൻഡുകൾക്കുള്ളിൽ കേരളത്തിൽ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കി, വളരെ ചരിത്രപ്രധാനമായ വിധിയാണ്, നടപ്പിലാക്കണം. ഉടൻ തന്നെ അന്ന് ശ്രീ പിണറായി വിജയൻ്റെ 1ാം ഭരണസമിതിയാണ്, ഭരണകാലഘട്ടമാണ്, അദ്ദേഹം അമേരിക്കയിലാണ്, അവിടെ ഇരുന്നുകൊണ്ട് പ്രസ്താവന ഇറക്കി. ഉടനെ തന്നെ ഇതിന് സംവിധാനം ഒരുക്കും. ചരിത്രപരമായ നവോത്ഥാനമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാം. കേരളം വലിയ മാറ്റം വരുന്നു. അതുകൊണ്ട് തന്നെ 200 ഏക്കർ സ്ഥലം കാട്ടിനകത്ത് വേണം. വലിയ പ്രോജക്റ്റായി, ബഹളമായി. എരുമേലിൽ വിമാനത്താവളം, പുക. കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉടൻ തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി എല്ലാവിധ ആഘോഷത്തോടു കൂടി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴുടനെ തന്നെ കെ സുരേന്ദ്രൻ ലേഖനം എഴുതി, വേണം, അതിന് മുമ്പേ എഴുതി, പണ്ടേ എഴുതി, വേണം, കേരളത്തിൽ കുഴപ്പമില്ല, ഭാരതീയ വിചാര കേന്ദ്രം അഭിപ്രായം പറഞ്ഞു. പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ, സംഘപരിവാർ ഹാൻഡിലുകളിലും വലിയ കൺഫ്യൂഷനായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. അവസാനം അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് വിധി വന്നത്. വിധിക്കെതിരെ അതിശക്തമായ നിലയിലാണ് കുറച്ച് സ്ത്രീകൾ സമരം ചെയ്തത്. നാമജപ ഘോഷയാത്ര നടത്തി കുറച്ച് സ്ത്രീകളാണ്, പാവപ്പെട്ട സ്ത്രീകളാണ്. അന്ന് NSS ഇല്ല, SNDP ഇല്ല, കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, സംഘപരിവാർ ഇല്ല, ആരുമില്ല. ഒരു വശത്ത് ഭരണകൂടവും മറുവശത്ത് പാവപ്പെട്ട കുറച്ച് സ്ത്രീകളും. പക്ഷേ അത് കഥ മാറി. സ്ത്രീകളുടെ എണ്ണം കൂടി, തെരുവിലിറങ്ങുന്നവരുടെ എണ്ണം കൂടി. NSS ഏറ്റെടുത്തു, നായർ സർവീസസ് ഏറ്റെടുത്തു, വലിയ ഘോഷയാത്രകളായി. SNDP ഏറ്റെടുത്തു, സകല ജാതി മത വർണ്ണത്തിന് വ്യത്യാസമായി എല്ലാവരും ഏറ്റെടുത്തു. കോൺഗ്രസ് എടുത്തുചാടി, BJP എടുത്തുചാടി, കെ സുരേന്ദ്രനൊക്കെ ജയിലിലായി, ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടായി ആ കാലഘട്ടത്തിൽ. അവസാനം അതിൻ്റെ ഗോൾ അടിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്. അപ്പോൾ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരിഫ് ഒഴിച്ച്, അതും അവർ ഗ്രൂപ്പ് കളിച്ചതിന്, ഷാനിമോൾ ഉസ്മാനെതിരെ ഗ്രൂപ്പ് കളിച്ചതുകൊണ്ട് മാത്രം അവർ തോറ്റുപോവുകയും ബാക്കി 19 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോയി. ഒരു രണ്ടാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും 19 സീറ്റ് കൊണ്ടുപോയി. അതെന്ന് പറയുന്നത് അവിടെ മോഡിക്കെതിരെ ഒരു എന്താ പറയുക, മോഡിക്കെതിരെയുള്ള ഒരു വോട്ട് എന്നുള്ള നിലയിലും പ്രിയങ്ക ഗാന്ധി കൂടെ ഒന്ന് മത്സരിച്ചു, രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോഴുണ്ടായ ഒരു ഹൈപ്പിൽ രണ്ടാമത്തെ പ്രാവശ്യവും ചേലക്കര ഒഴിച്ച് ബാക്കി, രാധാകൃഷ്ണൻ ഒഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസ് കൊണ്ടുപോയി, UDF കൊണ്ടുപോയി. ഇപ്പോൾ അതേ വിശ്വാസ പ്രശ്നം UDF ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അടൂർ പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിൻസെൻ്റ് വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ജാഥ പോകുന്നു. കെ മുരളീധരൻ ക്യാപ്റ്റനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും ടീമും ഒക്കെ ഉള്ള ജാഥ കാസർഗോഡും തിരിക്കുന്നു. പാലക്കാട് നിന്നൊരു ജാഥ വരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹനാൻ MLAയുടെ നേതൃത്വത്തിലുള്ള ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള MP ആണ് അദ്ദേഹം, MLA MP ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ മൂവാറ്റുപുഴയിൽ തിരിക്കുന്നു. എല്ലാ ജാഥകളും കൂടി പിന്നെ ഒക്ടോബർ 17 പന്തളത്ത് ചെങ്ങന്നൂരിൽ സമാപിക്കും. പന്തളത്ത് വലിയ വിശ്വാസ സംഗമം 18 നടക്കുന്നു. ഏതായാലും കോൺഗ്രസ് രജനീകാന്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേറ്റായി വന്നാലും വളരെ ഫെയറായിട്ട് ലേറ്റസ്റ്റായി വരുക എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ലേറ്റായിട്ട് വന്നാലും വളരെ ആവേശത്തോടു കൂടിയാണ് വരുന്നത്. കോൺഗ്രസ് എന്തായാലും ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. വിശ്വാസ സംരക്ഷണത്തിന് കോൺഗ്രസ് വളരെ വലിയ ബഹളമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ BJP എന്തുകൊണ്ടോ അത്ര ഏറ്റില്ല. കാരണം BJPക്ക് അറിയാം, വിശ്വാസ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി LDFനെ താഴെ ഇറക്കിയാൽ അതിൻ്റെ സമ്പൂർണ്ണ ഗുണം അടിച്ചുകൊണ്ട് പോണത്, കേക്ക് അടിച്ചുകൊണ്ട് പോണത് UDF ആയിരിക്കും. ഇത് 2 പ്രാവശ്യത്തെ അനുഭവം BJPക്ക് കിടക്കുന്നു. അതുകൊണ്ട് കൈ പൊള്ളിയിരിക്കുകയാണ്. BJP എന്തായാലും ഇതിൽ തൊട്ടിട്ടില്ല. അവർ സമരമൊക്കെ ചെയ്യുന്നു സംഘപരിവാർ. പക്ഷേ ഒരു വിശ്വാസ സമൂഹത്തെ ഇളക്കി വിട്ടുകൊണ്ടുള്ള സംഘപരിവാർ പരിപാടികളൊന്നും നടക്കുന്നില്ല. NSS നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്, SNDP തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം അവർ രണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. ആ പ്രയാസമുള്ള കാലഘട്ടത്തിലാണ് കോൺഗ്രസ് അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം കോൺഗ്രസ് CK ജാനുവിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയെ UDFൽ എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. അത് ജോസഫ് ഗ്രൂപ്പുമായി ലയിപ്പിച്ചുകൊണ്ടോ അല്ലാതെയോ എങ്ങനെയായാലും UDFൽ എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ബഹുമുഖമായ ചർച്ചകൾ പല വഴിക്ക് നടത്തി കോൺഗ്രസ് കാലുറപ്പിക്കാനായി
രംഗത്തുണ്ട്. അവരുടെ ലക്ഷ്യം അവർ പറഞ്ഞ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് 100 സീറ്റുകളോട് കൂടി പോവുക. അതേസമയം LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ വിഷൻ എന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെ വിഷൻ നടത്തുന്നു, വികസന സെമിനാർ നടത്തുന്നു, വിദർശന കോൺഗ്രസ് ചുരുക്കത്തിൽ അവർ ജനങ്ങളെ മാസിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ സംവിധാനങ്ങളെ ഇളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിലും ഇതുപോലെ LDF ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഇത് വേറൊരു സ്ട്രാറ്റജിയാണ്, വേറൊരു മാർക്കറ്റിംഗാണ്, വേറെ PR വർക്കാണ്. അതായത് സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവസാന വർഷത്തിൽ പരമാവധി ആളുകളെ കൂട്ടായ്മകൾ ഉണ്ടാക്കി കൂടെയുള്ളവരെയും അക്കാഡമിഷ്യന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും ആടി ഉലഞ്ഞു നിൽക്കുന്നവരെയും സാംസ്കാരിക നായകരെയും എല്ലാവരെയും കൂട്ടി നിർത്തി ഒന്നിച്ച് നിർത്തി അവരെയെല്ലാം സേവനം ഉറപ്പാക്കി അവരുടെ എല്ലാം അഭിപ്രായം എടുത്തെന്നൊക്കെ പറഞ്ഞ് വിഷൻ പരിപാടികൾ അതാത് മണ്ഡലങ്ങളിൽ നടത്തുന്നു. പാലക്കാട് പഞ്ചായത്ത് മന്ത്രിയുടെ നാട്ടിൽ വെച്ച് പഞ്ചായത്തിനെക്കുറിച്ച്, ജനകീയാസൂത്രണത്തെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ നാട്ടിൽ വെച്ച്, പിന്നെ ധനകാര്യത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ നാട്ടിൽ വെച്ച് ആരോഗ്യത്തെക്കുറിച്ച്, വെള്ളത്തിൻ്റെ നാട്ടിൽ കട്ടപ്പനയിൽ വെച്ച് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ മണ്ഡലവും ഏത് മന്ത്രിയാണോ മണ്ഡലം, അപ്പോൾ 20 മണ്ഡലങ്ങളുണ്ടെങ്കിൽ 20 മണ്ഡലങ്ങളിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ ഹൈപ്പുള്ള പരിപാടികൾ നടക്കുന്നു, വികസന സദസ്സുകൾ നടക്കുന്നു. അങ്ങനെ ഒരു വശത്ത് LDF സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് കോൺഗ്രസ് വിശ്വാസത്തെ ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ഗൗരവമായ തോതിൽ അയ്യപ്പനെ മുൻനിർത്തി ഭരണം പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഇതിലിപ്പോൾ ഒരു കെട്ടുകാഴ്ചക്കാരൻ്റെ രീതിയിലായിട്ടുണ്ട് BJP. അവർ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കും എന്ന് വിചാരിച്ചെങ്കിലും സംഘടനാപരമായി തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രായോഗിക ജ്ഞാനമില്ലായ്മയെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് BJPക്കകത്ത് കാണുന്നത്. ഇതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ ചിത്രം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് മലയാളം നന്നായി പറയുന്നതിനുള്ള പരിമിതി ഉണ്ട്. കാരണം പലപ്പോഴും അദ്ദേഹം പറയുന്നത് പല വാക്കുകളും ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്. പത്രപ്രവർത്തകരൊക്കെ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അല്ലെങ്കിൽ എഴുതി വായിച്ചാൽ മതി, അല്ലെങ്കിൽ എഴുതി പറഞ്ഞാൽ മതി, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇനി പരിഹരിക്കുമായിരിക്കും, ഒരു ടേണൊക്കെ ഇരുന്നാൽ പരിഹരിക്കുമായിരിക്കും. പക്ഷേ എന്തായാലും വളരെ രസകരമായ കാര്യമാണ് നടക്കുന്നത്. കോൺഗ്രസ് അയ്യപ്പനെയും കൊണ്ടേ പോകൂ എന്നുള്ള നിലയിലാണ് കോൺഗ്രസിൻ്റെ ചിന്ത. ഈ വിശ്വാസ സംരക്ഷണ യാത്ര 4 മേഖലാ ജാഥകൾ പോലെ 4 സ്ഥലത്തു നിന്ന് വന്ന് ചെങ്ങന്നൂരിൽ സമാപിച്ച് പന്തളത്ത് ഈ മാസം 18-ാം തീയതി വലിയ ആഘോഷം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല. എന്തായാലും അയ്യപ്പൻ 2 പ്രാവശ്യം കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയും അയ്യപ്പൻ കോൺഗ്രസിനെയാണ് സഹായിച്ചത്. രണ്ടാമത്തെ ഇലക്ഷനിലും പാർലമെൻറ്റ് ഇലക്ഷനിൽ സീരിയസായി അയ്യപ്പൻ കോൺഗ്രസിലാണ് ചേർന്നിരിക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 പ്രാവശ്യമായിട്ട് അയ്യപ്പൻ പിണറായിയുടെ കൂടെയാണ്. 3-ാം തവണ അയ്യപ്പൻ ആരുടെ കൂടെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ കൂടെ വരണേ എന്നുള്ള രീതിയിൽ BJPയും രംഗത്തുണ്ട്. പക്ഷേ എങ്കിലും ഈ ലാപ്പിൽ ഒന്നാമതായി LDFും UDFും പിന്നെ തൊട്ട് പിറകിൽ തന്നെ BJPയും ഉണ്ട്. ആര് നേടും, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ കൊണ്ടുപോവുക, അയ്യപ്പൻ്റെ നേട്ടങ്ങൾ അയ്യപ്പൻ്റെ ഈ കാരുണ്യം UDFന് ലഭിക്കുമോ? കാരണം അവർ ശക്തരായ ആളുകളെയാണ് ഇറക്കിയിരിക്കുന്നതും. കെ മുരളീധരനും അടൂർ പ്രകാശും ബെന്നി ബെഹനാനും എന്നൊക്കെ പറയുന്ന വലിയ ആളുകളാണ്, വലിയ നേതാക്കളാണ്. ചെറിയ നേതാക്കളല്ല അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് ശബരിമല വിശ്വാസ സംരക്ഷണ പരിപാടി UDF ഏറ്റെടുത്തിരിക്കുന്നത്. അത് വിജയമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.